അപ്പം നമുക്ക് 5 മണിക്ക് എണീറ്റിട്ട് പൂടാം. ഞങ്ങൾ എണീറ്റു. ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ നന്നായിട്ട് അടിച്ചോരി വൃത്തിയാക്കി അതിന് ശേഷം ചാണകം മെഴുകി കൊടുക്കുന്നുണ്ട്, കളത്തിലെ ചാണകം. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നടുവിൽ തുമ്പപ്പൂ വെക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് തുമ്പപ്പൂ കളക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്നത് അമ്പലത്തിലെ പാട്ടാണ്. പിന്നെ ഞങ്ങൾ അരിഞ്ഞു വെച്ച പൂക്കളൊക്കെ എടുത്തിട്ട് ആ കളത്തിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു. എന്നാൽ നമുക്ക് ഇടാൻ എളുപ്പമല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കി വാങ്ങണ പൂക്കളായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുമ്പപ്പൂ, ഒരു നാടൻ പൂ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നടുവിൽ തുമ്പപ്പൂ വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ പൂവൊക്കെ ഇട്ട് കുറച്ച് കഴിയാറായപ്പോൾ കണ്ടോ ഒരു പൂമ്പാറ്റ ഇങ്ങനെ വന്നിട്ട് പൂക്കളിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പൂക്കളിടാൻ ഞങ്ങളെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് അച്ഛനാണ് കേട്ടോ. അപ്പം അച്ഛനാണ് പൂക്കൾ മേടിച്ച് തരിക, അതുപോലെ ഇതിനിടാനുള്ള ഇലകളൊക്കെ പോയി പറിച്ചിട്ട് കൊണ്ടുവരുന്നതൊക്കെ അച്ഛനാണ്. അപ്പം ഞങ്ങൾ കഷ്ടപ്പെട്ട് 1.5 മണിക്കൂർ എടുത്ത് ഈ പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞതും ഭയങ്കര മഴ, വല്ലാത്ത